വൈകിട്ട് എന്താ പരിപാടി കൂട്ടുകാരെ? നമുക്ക് കട്ടനോടൊപ്പം ഒരു പഴം നിറച്ചത് കഴിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മുടെ പഴംപൊരി? ഇഷ്ടമല്ലാത്ത ആരുമില്ല. അപ്പോൾ ഇന്ന് പഴംപൊരി അല്ല, അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് പഴം നിറച്ചതൊന്ന് കഴിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ട് നോക്കാം. ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങളും ഒരുപാടൊന്നും വേണ്ട. ഒരു 4 ഐറ്റംസ് മാത്രം മതി. പഴം ഉൾപ്പെടെ ആകുമ്പോഴേക്കും 5 ഐറ്റം. അപ്പൊ എന്തെന്ന് നോക്കാം. നമുക്ക് പഴം വേണം, തേങ്ങ വേണം, കുറച്ച് മൈദമാവ് വേണം, കുറച്ച് അവൽ വേണം, കുറച്ച് ഇച്ചിരി ശർക്കര. ഇത്രയും മാത്രം മതി നമ്മുടെ ചേരുവകൾ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ നെടുകയൊന്ന് വരഞ്ഞ് ഇതിലാണ് നമ്മുടെ ഫില്ലിങ്സ് എല്ലാം ഒന്ന് നിറയ്ക്കേണ്ടത് കേട്ടോ. അതിനായിട്ട് നമ്മുടെ എല്ലാ പഴങ്ങളും ഇതുപോലെ ഒന്ന് നെടുവിന് വരഞ്ഞ ശർക്കരയിൽ ഇച്ചിരി അവല്, തേങ്ങ, ശർക്കരയിൽ നമ്മുടെ അവലും തേങ്ങയും കൂടെ ഒന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ അവലും തേങ്ങയും ശർക്കര എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടോ കേട്ടോ. അപ്പോൾ മിക്സ് ആക്കിയത് ഇത് കണ്ടാലേ നമ്മുടെ പിള്ളേഴ്സ് കണ്ടാൽ ഇത് തന്നെ ഇങ്ങനെ കോരി കഴിക്കും കേട്ടോ. നമ്മുടെ അവല് വിളയിക്കുന്ന പോലെ സംഭവമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ പിള്ളേർ കഴിക്കും. പക്ഷെ അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കൂട്ടിന് നമ്മുടെ ഈ പഴത്തിന് നിറച്ചെടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യുക. മധുരം ഇഷ്ടം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പോൾ എന്താ മധുരവും ആണ്, പക്ഷേ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യാനുസരണം ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ്സ് എല്ലാത്തിനും നിറച്ചു. ഇനി കുറച്ച് മൈദ ഈ കവറിന് ചെയ്യാട്ടോ. ഈ ഒരു ഫില്ലിങ്സ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഫില്ലിങ്സും ഒന്ന് മാവ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒരുപാട് ഓയിൽ എടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില. ഞാൻ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ പഴമെല്ലാം ഒന്ന് അതിനോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടാണ് നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഓക്കെ, ബൈ.